ഹായ് ഓൾ, ഐഷ്യൻ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വൈറലായിട്ടുള്ള ഒരു കോവക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാലോ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. അടിപൊളിയാണ്, ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിന് വേണ്ടത് നമുക്ക് കോവക്കയാണ് കേട്ടോ. എല്ലാവരും എന്താ പറയുക, ഇതിന് കോവക്ക എന്ന് തന്നെയാണോ? അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ. അതിൻ്റെ തണ്ടൊക്കെ കാണുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യണം. എന്നിട്ട് നീളത്തിൽ നമ്മൾ കുനുകുന അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ കോവക്ക ഞാൻ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തതാണ് കാണിക്കുന്നത്. ഉള്ളിൽ ചിലതൊക്കെ ഒരു റെഡ് കളർ വന്നിട്ടുണ്ട്, ചിലതൊക്കെ റെഡ് വന്നിട്ടില്ല കേട്ടോ. റെഡ് വന്നതായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റിയാണ്. ഇതുപോലെ ഒന്ന് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയിട്ട് ചോറിന് കഴിക്കാം. ചോറിന് പിന്നെ കറികളൊന്നും വേണമെന്നില്ല, ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ അവിയലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ വെജിറ്റബിൾസും നമ്മൾ നീളത്തിലാണല്ലോ അരിഞ്ഞിടുക അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ കോവക്ക എടുത്തിട്ട് നന്നായിട്ട് നീളത്തിൽ ചെറിയ നേരിയ രീതിയിൽ നീളത്തിൽ അരിഞ്ഞെടുക്കുക. അങ്ങനെ അരിഞ്ഞെടുത്ത കോവക്കയാണ്. കനം കുറച്ച് അരിഞ്ഞാൽ മതി, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ല വലുപ്പത്തിൽ അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങനെ മുരിഞ്ഞ് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക കേട്ടോ. പിന്നെ അരിഞ്ഞു വെച്ച കോവയ്ക്ക, കനം കുറച്ച് അരിഞ്ഞു വെച്ച കോവയ്ക്ക ഞാൻ പാനിലോട്ടേക്ക് ഇട്ടിട്ട് അടുപ്പിൽ വെച്ചതാണ്, സ്റ്റൗവിൽ വെച്ചതാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയാണ് കേട്ടോ, കോക്കനട്ട് ഓയിലാണ് മുകളിൽ കുറച്ച് തുള്ളി തുള്ളി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. തീയിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് ചെറുതീയിലൊന്ന് വയ്ക്കുക. അപ്പോൾ കോവക്കയുടെ പുറംതൊലി ഉണ്ടല്ലോ ഗ്രീനിൽ കാണുന്നത്, അതൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് വാടിയ ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാലാണ് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പാനിൽ തന്നെ ഗ്യാസിൽ വെച്ചിട്ടാണുള്ളത്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവക്കയിലോട്ടേക്ക് ഞാൻ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കറിവേപ്പില നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ നല്ലൊരു മണം അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലയുടെ മണവും എണ്ണയിൽ ചേർത്തിട്ടുള്ള ആ ഒരു കോവക്കയുടെ സ്മെല്ലും ഒക്കെ ആയിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ തോലൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും നിങ്ങളെ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പിന്നെ ആഡ് ചെയ്തത് ഉപ്പ് ആണ് കേട്ടോ, സോൾട്ടാണ്. സോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വാടിക്കിട്ടും. എന്ത് വെജിറ്റബിൾസ് ആയാലും നമ്മൾ സോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വാടിക്കിട്ടും. അപ്പോൾ അതിനുശേഷം കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആദ്യം ചേർത്ത ഉപ്പും അതും കൂടെ ചേർത്തതിന് ശേഷം വേറെ ഒന്നും ഇതിൽ ആവശ്യമില്ല, എക്സ്ട്രാ സാധനങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് തവി കൊണ്ട് തന്നെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഫസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു വാടി വന്ന കോവക്കയിലോട്ടേക്ക് മസാലക്കൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പച്ചമണം, മസാലയുടെ ഒരു പച്ചമണം മാറും. അതിനുശേഷം ആവശ്യത്തിന് ഒരു കപ്പ് വെള്ളമൊന്നും വേണ്ട, അതിൻ്റെ ഒരു ചെറിയ കപ്പാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം വേണമെങ്കിൽ നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ നല്ല തിളവരും കോവക്കയൊക്കെ അതിൽ മസാലയിലൊക്കെ പിടിച്ചിട്ട് നല്ല വെന്ത് പാകമാകുമ്പോൾ നല്ല സ്മെല്ലും വരും കേട്ടോ. നമ്മൾ കറിവേപ്പിലൊക്കെ ആദ്യം ആഡ് ചെയ്തതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ നല്ല സ്മെല്ല് വരും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് അത് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കോവയ്ക്ക ഇതിൽ കിടന്ന് നന്നായിട്ട് വേവട്ടെ. അപ്പോൾ നമുക്ക് അതിലേക്കും കുറച്ച് സമയം ഇത് നമുക്ക് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയതാണ്, അടുപ്പ് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ കുറച്ച് തിളയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ.
നിങ്ങൾക്കും കാണാൻ പറ്റും, തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെയും ഞാൻ കുറച്ച് സമയം അടച്ചു വെച്ചു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ തുറന്ന് നോക്കുമ്പോൾ വെള്ളമൊക്കെ വറ്റി കോവക്ക നല്ല മസാല ഒക്കെ പിടിച്ച് നല്ല പാകത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ തവി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കട്ടോ. ആടിക്ക് പിടിക്കാൻ പാടില്ല, ചെറുതീ തന്നെ വെച്ചാൽ മതി. സ്ലിമ്മ് നല്ല ഹൈയിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ എണ്ണയും മസാലയും ഒക്കെ പിടിച്ച കോവക്ക നന്നായിട്ട് മൊരിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ചെറുതീ തന്നെ വെച്ചിട്ട് ഇളക്കണ്ട, തന്നാലും അത് മൊരിഞ്ഞ് വന്നോളും. മൊരിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് തവി കൊണ്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ള ഭാഗവും കൂടെ ഒന്ന് മൊരിഞ്ഞിട്ട് നമുക്ക് അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് സമയം തവി കൊണ്ട് ഇളക്കിയിട്ട് അത് അങ്ങോട്ട് വെച്ചതാണ്. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പാൻ എടുത്തിട്ടൊന്ന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മേൽപോട്ട് ഇങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ നമ്മുടെ കോവക്കയുടെ ഏതെങ്കിലും സൈഡ് മൊരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡും കൂടെ നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ ഏകദേശം എൻ്റെ കോവക്ക നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ അതിൽ ചേർത്തിരിക്കുന്ന കറിവേപ്പിലയൊക്കെ നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് നല്ല വായിൽ കപ്പലോടിക്കേണ്ട വെള്ളമുണ്ട്. നല്ല സ്മെല്ലാണ്, നല്ല രുചിയാണ്. നമുക്ക് ചോറിനൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ബ്രിഞ്ചാലിനെ കൊണ്ട് മീൻ ഫ്രൈ ചെയ്യുന്നത് പോലെ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പിയും. അപ്പോൾ ആ ഒരു വീഡിയോയും കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ കോവക്ക മെഴുക്ക് പുരട്ടി ഇവിടെ അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ വൈറലായിട്ടുള്ള ഈ ഒരു മെഴുക്ക് പുരട്ടി നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ നിങ്ങളുടെ അമ്മമാരിലേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഇഷ്ടപ്പെട്ട വീഡിയോസ് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഒരുപാട് കുക്കിംഗ് വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് ഇടണേ. അപ്പോൾ ഇനിയും നമ്മൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതാണ്. അപ്പോൾ കോവക്ക ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് ചോറിനൊന്ന് കഴിച്ചു വെക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ വിടില്ല കേട്ടോ കോവക്ക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ.